ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞങ്ങൾ പോകത്തില്ല. ഞങ്ങൾ ഇതുവരെ സമാധാനത്തോടെയാണ് ഞങ്ങൾ അവിടെ ഇരുന്നത്. ഇതുവരെ സമാധാനമുണ്ട്. ഇനി ഇതിനൊരു തീരുമാനമില്ലാതെ ഞങ്ങൾ പോകില്ല. ആ മുഖ്യമന്ത്രി അതുകൊണ്ട് പേടിച്ചിരിക്കുക, ആശമാരെ പേടിച്ചിരിക്കുക, ഇറങ്ങി വരാൻ പറ, ആശമാരെ പേടിച്ചിരിക്കുക. അങ്ങനെ തന്നെയാണ് ഉന്മേഷ്. കൂടുതൽ സംഘർഷഭരിതമാവുകയാണ് സാഹചര്യങ്ങൾ. പോലീസ് പ്രവർത്തകരെ നേരിടുകയാണ്. ഈ കൂടുതൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടത്തുന്നത്. കൂടുതൽ വനിതാ പോലീസുകാർ സ്ഥലത്തെത്തുന്നു. അതുപോലെ തന്നെ ഈ പ്രവർത്തകരെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി ഇപ്പോൾ പോലീസ് നടത്തുന്നുണ്ട്. അവരെ ഈ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ കയറുകളടക്കം കെട്ടി തടയാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. പക്ഷെ പ്രവർത്തകർ ഇതിനൊന്നും കൂട്ടാക്കുന്നില്ല. മറിച്ച് അപ്പുറത്തെത്തി മുഖ്യമന്ത്രിയെ കാണണമെന്നുള്ളതാണ്. കൂടാതെ ഇവിടെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ മഴയത്തും ഒന്നും പിരിഞ്ഞു പോകില്ല. അവർക്ക് അപ്പുറത്തെത്തി മുഖ്യമന്ത്രിയെ കാണണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായി പറയുന്നത്. കാരണം 256 ദിവസമായി ഇവർ ഒരേ ആവശ്യമാണ് ഉന്നയിക്കുന്നത്. പിന്നീട് വിദഗ്ധ സമിതിയെ നിയോഗിക്കുന്നു, വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നു. പക്ഷെ അതിലും സർക്കാർ പരിഗണിക്കാൻ തയ്യാറായിട്ടില്ല. പല നേതാക്കന്മാരെയും അവർ കണ്ടു. അതിൽ മുഖ്യമന്ത്രിയാണ് ആവശ്യം പരിഗണിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ആശാപ്രവർത്തകരെ അറിയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ സമര നേതാവ് അടക്കം നമ്മളോട് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ഈ ആവശ്യം പരിഗണിക്കണം എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ഇവർ കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ ഈ ബാരിക്കേഡ് മറികടന്ന് ബാരിക്കേഡിന്റെ ഈ സൈഡിലുള്ള ഈ വഴിയിലൂടെ അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പോലീസ് അത് തടയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 7ാം തവണയാണ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത്. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ്. അവർ കൂടുതൽ പ്രവർത്തകർ, അത് സംസ്ഥാനത്തിന്റെയും തിരുവനന്തപുരം ജില്ലയുടെയും കൂടുതൽ പ്രദേശത്തുള്ള പ്രവർത്തകർ ഈ മാർച്ചിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അത് PMG ജംഗ്ഷനിൽ നിന്ന് വലിയൊരു ജാഥയായിട്ടാണ് ക്ലിഫ് ഹൗസിലേക്ക് പ്രവർത്തകർ എത്തിയത്. അതിനുശേഷമാണ് ഇവിടെ ഈ ഒരു ക്ലിഫ് ഹൗസിന് മുന്നിൽ മണിക്കൂറുകളായി ഇരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ശക്തമായ മഴ പെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ അപ്പോഴും പ്രവർത്തകർ പിന്നോട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. കൂടുതൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം കൂടി നടത്തുകയാണ്. എന്തായാലും ഈ ഒരു ക്ലിഫ് ഹൗസ് പരിസരം, അത് ഈ കിലോമീറ്ററോളമുള്ള ക്ലിഫ് ഹൗസ് പരിസരത്ത് ആശാപ്രവർത്തകർ വളഞ്ഞിട്ടുണ്ട്. ആശാപ്രവർത്തകർ ഒരു ഭാഗത്ത് കുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ മറുഭാഗത്ത് ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. മറ്റൊരു വിഭാഗം ഈ ബാരിക്കേഡിന് മുകളിൽ ഇരിക്കുന്നു. അങ്ങനെ ഇവരുടെ ആവശ്യം, അത് ഇവരുടെ അവസാന ഒരു കച്ചി തുരുമ്പാണ് ഈ ക്ലിഫ് ഹൗസ് മാർച്ച് എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇവർക്ക് സമരം അവസാനിപ്പിക്കണം എന്നുള്ളതാണ്, സമരം ഒത്തുതീർപ്പാക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കണം, അത് അംഗീകരിക്കുന്നില്ല. കൂടാതെ ഇവരെ പരിഹസിക്കുന്നു. ഇവർ ഇങ്ങനെ ഒരാൾ ഇവിടെ സമരം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ആരും പരിഗണിക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ആശാപ്രവർത്തകർ പറയുന്നത്. സമരത്തിന്റെ ഗതി മാറുകയാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണ്ഡലം തലങ്ങളിലൊക്കെ പരിപാടികൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ വീണ്ടും സമരവുമായി ആശാപ്രവർത്തകർ എത്തിയിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.